അപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ഓരോരുത്തർക്കും അവരുടേതായ മാസ്റ്റർ പീസ് ഡയലോഗ് ഉണ്ടാവും. ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണെങ്കിൽ അല്ലാന്നും അല്ലെങ്കിൽ ആണെന്നും പറയണം. അതാ നിങ്ങളുടെ ഡ്യൂട്ടി. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് മറ്റാരുമല്ല, നമ്മുടെ ജെയ്സൻ്റെ ഫാദർ ജി എന്തു പറഞ്ഞാലും എൻ്റെ മേലെല്ലാം വരയ്ക്കുക എന്ന് പറയും. അങ്ങനെ ഒരു ഡയലോഗ് പുള്ളിക്കുള്ള. ചേട്ടാ വാഴക്കുളത്തിനുണ്ടോ, എൻ്റെ മേലെല്ലാം വരയ്ക്കുക, അങ്ങനെ ഒരു ഡയലോഗ് പുള്ളിക്കുണ്ട്. പുള്ളി എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു ഡയലോഗ് പുള്ളി ഇടയ്ക്ക് പറയും. അപ്പോൾ പുള്ളി ഒരു ദിവസം ഉണ്ടല്ലോ, നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ സുഹൃത്തിൻ്റെ മകളെ വീടിൻ്റെ ഫ്രണ്ടിലേക്കുക, ചെറിയ കൊച്ച, ഉണ്ണിക്കുട്ടി എന്നാണ് കൊച്ചിൻ്റെ പേര്. അപ്പോൾ പുള്ളി സ്ഥിരം കൊച്ചെന്തോ ഫ്രാൻസ് ചേട്ടാന്നെന്തോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറയാം, എൻ്റെ മേലെല്ലാം മറിക്കുക. അപ്പോൾ കൊച്ചോർത്ത് നല്ല മഴയുള്ള സമയമായിരുന്നു. കൊച്ചോർത്ത് ഈ മഴ നനഞ്ഞ് വന്നുകൊണ്ടാ പുള്ളിയുടെ മേലെല്ലാം വരയ്ക്കണമെന്നാണ് കൊച്ചോർത്തെ. അപ്പോൾ കൊച്ചു പറയുക, മേലെല്ലാം വരയ്ക്കുവാണെങ്കിൽ ഈ മഴയത്തങ്ങ് കയറി നിൽക്കുക ആശാനെന്ന്. അതെങ്ങനെയുണ്ട്? പുള്ളി അടി പറഞ്ഞു പോയില്ലേ അവിടെ അല്ലേ? ഇത് കണ്ടിട്ട് നിങ്ങളുടെ മേല് വരയ്ക്കണ്ടോ? നിങ്ങളുടെ മേല് വരയ്ക്കണമെങ്കിൽ ഒരു പുതപ്പെടുത്തങ്ങ് പുതയ്ക്കടാ പിള്ളേരെ. ഞാനേതായാലും മഴ നനയാൻ തീരുമാനിച്ചു. അപ്പോൾ ശരി, ഇന്ന് രാവിലെ ഇച്ചിരി മഴ പെയ്യുകയും ചെയ്തു ഇവിടെ. എന്നായിക്കോട്ടെ, ശരി, ഓക്കെ.